ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ തൃക്കടവൂർ ശിവരാജു ഇത്തവണ തൃശൂർ പൂരത്തിന് തിടമ്പേറ്റും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ നായകനാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവരാജു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ക്ഷണക്കത്തിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ വിദഗ്ധ ഡോക്ടർമാരുടെ യോഗം അനുകൂല റിപ്പോർട്ട് സമർപ്പിക്കുകയും പിന്നാലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതോടെ പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് ശിവരാജു തന്നെയെന്ന് ഉറപ്പായി. ഇനി തൃശൂരിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഗജരാജരത്നം ശിവരാജുവിനെ പൂരങ്ങളുടെ പൂരമായ തൃശൂരിലേക്ക് യാത്രയക്കുന്ന സന്തോഷത്തിലാണ് കൊല്ലം തൃക്കടവൂർ ക്ഷേത്ര ഭരണസമിതി. ക്ഷേത്രഭരണസമിതിക്ക് നേരത്തെ അമ്പലത്തിൽ പോയി തിടമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ശിവരാജു. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം കമ്മിറ്റിക്ക് മാത്രമല്ല, നമ്മൾ കരയിലുള്ള 8 കരയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. അത് പല ആൾക്കാരും പോകാനായിട്ട് തയ്യാറെടുത്ത് കാണാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൃക്കടൂരപ്പൻ്റെ സഹായത്താൽ ഇനിയും ശിവരാജുവിന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഈ കടമ്പകളൊക്കെ കടന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. കടമ്പകൾ കടന്നിട്ടാണ് അവൻ ഈ വിധത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പം ക്ഷേത്ര ഭരണസമിതി എങ്ങനെയാണ് ഇവനൊരു യാത്രയപ്പോൾ കൊടുത്ത് ആഹ്ലാദപൂർവ്വം അല്ലേ? യാത്രയായപ്പോൾ മാത്രമല്ല, തിരിച്ച് വരുമ്പോൾ നമ്മളൊരു സ്വീകരണവും കൊടുക്കുന്നുണ്ട്. എന്നാണ് പോകുന്നത് തൃശ്ശൂർക്ക്? 24-ാം തീയതി. അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? 26-ാം തീയതി ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അത് ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ശിവരാജുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ, കൊല്ലം നാടിൻ്റെ അല്ലെങ്കിൽ ആനപ്രേമികളുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയൊരു വികാരമല്ലേ? വലിയൊരു വികാരമാണ്. ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ തിടമ്പേറ്റാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയതിൽ ഇവിടുത്തെ ഈ ആനക്കാർക്കെല്ലാം ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളിൽ തലയെടുപ്പും ലക്ഷണ സൗന്ദര്യവും കൊണ്ട് ശ്രദ്ധേയനായ ഗജവീരനാണ് ശിവരാജു. ചെവിയുടെ പ്രത്യേക ഘടനയും ഭംഗിയുമാണ് ശിവരാജുവിനെ മറ്റ് ആനകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. കുട്ടിക്കാലം മുതലേ തൃക്കടവൂർ ശിവരാജുവിനെ കണ്ടുവളർന്ന ജനങ്ങൾക്കും ഏറെ സന്തോഷം പകരുന്നതാണ് 26-ന് നടക്കുന്ന പൂരത്തിൽ പ്രധാന തിടമ്പേറ്റാൻ തൃക്കടവൂർ ശിവരാജുവിന് അവസരം ലഭിച്ചു എന്ന വാർത്ത. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഞങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തന്നെ അറിയില്ല. ആദ്യമേ ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 16 വർഷം മുമ്പാണ് ശിവരാജുവിന് ഇങ്ങനൊരു അവസരം, പാറമേക്കാവിൻ്റെ കൂട്ടാനായിട്ട് നിൽക്കാനൊരു അവസരം 16 വർഷങ്ങൾക്ക് മുമ്പെയാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് അവന് തിടമ്പാനയായിട്ട് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുന്നാഥന് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നൊരു ഭാഗ്യം അവൻ ഇത്തവണ അവന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേരളം മുൻപാട് മൊത്തത്തിൽ ഫാൻ ബേസ് ഉള്ള ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജുവേട്ടൻ. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ തൃക്കടവൂരപ്പനോടും അതേപോലെ തന്നെ വടക്കുന്നാഥനോടും പാറമേക്കാവ് ഭഗവതിയോടും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്ന ഗജവീരനെ പൂരങ്ങളുടെ പൂരത്തിലേക്ക് യാത്രയാക്കുന്നത് ഒരു ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഗംഭീരമായ നടയും തലയെടുപ്പും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച ശിവരാജുവിനെ തൃശൂർ പൂരത്തിൽ നായകനായി കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. പൂരത്തിന്റെ മേളവും ആനപ്രേമികളുടെ ആവേശവും ഉയരുമ്പോൾ വടക്കുന്നാഥ സന്നിധിയിൽ തെക്കോട്ടിറക്കത്തിലും കുടമാറ്റത്തിലും ശിവരാജു തല ഉയർത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിലേക്ക് ശിവരാജു എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആനപ്രേമികളും.